ഹനുമാൻ സ്വാമിയുടെ നിത്യസാന്നിധ്യമുള്ള ഗന്ധമാദന പർവ്വതത്തിലേക്ക്. പർവ്വതമെന്നാൽ വലുതൊന്നുമല്ല, ഒരു കൊച്ചുകുന്ന്. അതിനു മുകളിൽ ഒരു ക്ഷേത്രവും ശ്രീരാമപാദ പ്രതിഷ്ഠയും. അവിടെ വച്ച് അല്പനേരം ശ്രീരാമ ഭജന ചൊല്ലുകയുണ്ടായി. നമ്മളിപ്പോൾ ഉള്ളത് ഗന്ധമാദന പർവ്വതത്തിന്റെ മുകളിലാണ്. ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദം പതിഞ്ഞ അടയാളം ശിലയിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഭക്ത്യാദരപൂർവ്വം ആ പാദത്തെ വണങ്ങി നമ്മളൊരു ചെറിയ ശ്രീരാമ കീർത്തനം രണ്ടുപേരും ആലപിച്ച് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്രയാവുകയാണ്. രാമേശ്വരം ക്ഷേത്ര ദർശനം നടത്തി പിതൃകർമ്മമൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. രാമ 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 പാഹി മാം, രാമപാദം തേരണേ മുകുന്ദ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമപാദം തേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീരാമസ്വാമി രാവണ സഹോദരനായ വിഭീഷണനെ കണ്ട സ്ഥലമാണിത്. രാവണൻ്റെ ആയുധമേറ്റ് മൂർച്ഛിച്ചു വീണ ലക്ഷ്മണനെ ചികിത്സിക്കുന്നതിനായി മൃതസഞ്ജീവനി തേടി ഹനുമാൻ സ്വാമി എത്തിയതും ഈ ഗന്ധമാദന പർവ്വതത്തിലാണ്. ഇവിടെ വെച്ച് ശ്രീരാമചന്ദ്രസ്വാമി ലങ്കയെ നോക്കി എന്നും പറയുന്നുണ്ട്. രാമേശ്വരത്തിന് വടക്ക് കിഴക്കായി 3 കിലോമീറ്റർ മാറിയാണ് ഗന്ധമാദന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. രാമേശ്വരം ദ്വീപിൻ്റെ മുഴുവൻ കാഴ്ചയും ഈ പർവ്വതത്തിന് മുകളിൽ നിന്നാൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. പാണ്ഡവ വനവാസകാലത്ത് ഭീമസേനൻ ഹനുമാൻ സ്വാമിയെ കണ്ടതും ഇവിടെ വച്ചാണെന്ന് ഐതിഹ്യമുണ്ട്. ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടിക്കടക്കാൻ വേണ്ടി കയറിയ പർവ്വതനിരകളുടെ ഭാഗമാണത്രേ ഗന്ധമാദന പർവ്വതം. പർവ്വതത്തിന് മുകളിൽ നിന്നുള്ള വിദൂര കാഴ്ചയാണിത്. വളരെ സുന്ദരമായ അനുഭവമായിരുന്നു ഗന്ധമാദന പർവ്വതത്തിന് മുകളിൽ നിന്നും ചുറ്റുപാടുമുള്ള നിരീക്ഷണം. നല്ല ഉച്ച നേരത്താണ് ഞങ്ങൾ മുകളിലോട്ട് കയറിയത്. സിമൻറ്റ് സ്റ്റെപ്പുകൾ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ കയറുന്നതിനും ഇറങ്ങുന്നതിനുമായിട്ട് അവിടെ ചൂടിപ്പായ വിരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. താഴെ ഇറങ്ങിയാൽ പലതരത്തിലുള്ളതായ കുടിവെള്ളവും പഴവർഗ്ഗങ്ങളും നിരത്തി വച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും വാങ്ങിക്കഴിക്കാം. നല്ല ചൂടുകാലത്ത് ഇതെല്ലാം വലിയ ആശ്വാസം തന്നെയാണ്. പറയത്തക്ക തിരക്കൊന്നും അവിടെ കണ്ടിരുന്നില്ല. ഇവിടെ നിന്നാണ് പിന്നീട് നമ്മൾ ധനുഷ്കോടിയിലേക്ക് യാത്രയായത്.